നമസ്കാരം. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14, 15 അനുച്ഛേദങ്ങളുടെ ലംഘനം ഉണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് കോളനിയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. റോഡിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന നാട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ. 2019 നിശ്ചയിച്ച ന്യായവില ഓരോ വില്ലേജിലും പുനർനിർണയം നടത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. ഹർഷിൽ ഹരിദാസിന് ജന്മനാടിന്റെ ആദരം. മുവായ് ഏഷ്യൻ ഗെയിംസിൽ മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ പൊയ്യ പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹർഷിൽ ഹരിദാസിന് ഹർഷാരവം എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് കോളനിയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. വിവാഹാനന്തര വിരുന്നു ചടങ്ങിന് ശേഷം റോഡിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന നാട്ടുകാർ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് കോളനിയിൽ ഞായറാഴ്ച രാത്രി 8:30 കാട്ടാന ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്തത്. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിൽ മകന്റെ വിവാഹാനന്തര വിരുന്നു ചടങ്ങ് കഴിഞ്ഞ ബന്ധുക്കളും നാട്ടുകാരും കോളനിയിലെ റോഡിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് കാട്ടാന സമീപത്തെത്തിയത്. ആന പാഞ്ഞെത്തിയതോടെ ആളുകൾ ചിതറിയോടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ മധുവിന്റെ മകൻ മിഥുനിന്റെ ബൈക്ക് കാട്ടാന ആക്രമിച്ച് നശിപ്പിക്കുകയും വൈദ്യുതി വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡ് തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ. 2019 നിശ്ചയിച്ച ന്യായവില ഓരോ വില്ലേജിലും പുനർനിർണയം നടത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്. കൊടുങ്ങല്ലൂരിൽ നടന്ന ആധാരം എഴുത്തുകാരുടെ സംഘടനയുടെ സ്വീകരണ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. 2019 നിശ്ചയിച്ച ഭൂമിയുടെ ന്യായവില പുനഃപരിശോധിച്ച് ഓരോ വില്ലേജിലും പ്രത്യേകമായി പുനർനിർണയം നടത്തുന്നതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതൊരു വലിയ ശൃംഖലയാണ്, വലിയ മേഖലയാണ്. രജിസ്ട്രേഷൻ വകുപ്പ് സംസ്ഥാനത്തെ ഗവൺമെന്റിന് വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന 4ാമത്തെ വകുപ്പുകളാണ്. കഴിഞ്ഞ വർഷം മാത്രം 6000 കോടി രൂപയുടെ വരുമാനം ഈ വകുപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരെല്ലാം വളരെ കുറവാണ്. വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിയെ ആദരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ ചൈതന്യ ബിജു, CP അശോകൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയ നർത്തകി ഡോക്ടർ കലാമണ്ഡലം ധനുഷയെ വീട്ടിലെത്തി അനുമോദിച്ച യുവജനക്ഷേമ കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമാണ് ധനുഷയെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ കലാമണ്ഡലം ധനുഷയെ യുവജനക്ഷേമ കായിക മന്ത്രി
OJ ജനീഷ് വീട്ടിലെത്തി അനുമോദിച്ചു. മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റും 2 ഗിന്നസ് ലോക റെക്കോർഡുകളും കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ ധനുഷ കൊടുങ്ങല്ലൂരിന്റെയും നാടിന്റെയും അഭിമാനമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. പുല്ലൂറ്റ് ഇൻഡിപെൻഡൻസ് ക്ലബിന്റെയും ചുറ്റുവട്ടം റെസിഡൻസിന്റെയും ആദരവുകൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറി. ചടങ്ങിൽ സാബു ES, സേവ്യർ പങ്കേത്ത്, ഷഹീൻ K. മൊയ്തീൻ, KP സുനിൽകുമാർ, ബിനോയ് പണിക്കശ്ശേരി, സത്താർ പുഴങ്കരയിലത്ത്, നിസാർ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മുവായ് തായ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ പൊയ്യ പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹർഷിൽ ഹരിദാസിന് ജന്മനാടിന്റെ ആദരം. ഹർഷാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മുവായ് തായ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ പൊയ്യ പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹർഷിൽ ഹരിദാസിനെ ജന്മനാട് ആദരിച്ചു. ഹർഷാരവം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലും രാജ്യത്തുമൊക്കെ ഒരു പോപ്പുലർ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹർഷകമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹം നേടിയെടുത്തത് പഠനത്തിനിടയിൽ ഞായറാഴ്ചകളിൽ മാത്രം സൺഡേ ബാച്ചിലാണ് ഡിപ്ലോമ പൂർത്തീകരിച്ചത്. ഇടയിലാണ് ഈ പറയുന്ന ആയോധനകല പഠിക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഈ ആയോധനകലയുടെ ഇന്റർനാഷണൽ ട്രെയിനറായി നാളെയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടി ഹർഷകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ഹർഷകനെ സംബന്ധിച്ച് ഇതിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നേട്ടങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ പല പല മേഖലകളിലാണ്, ഓരോരുത്തരുടെയും ഓരോ പ്രതിഭകൾക്കനുസരിച്ചിട്ടാണ് നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നത്. തുടർന്ന് പൗരാവലിയുടെ ക്യാഷ് അവാർഡ് മന്ത്രി ഹർഷിൽ ഹരിദാസിന് സമ്മാനിച്ചു. മുവായ് തായിൽ ദേശീയ സ്വർണ്ണ മെഡൽ നേടിയ ധനഞ്ജയ് VS, കൃഷ്ണാമൃത് PA എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രശസ്ത ഫുട്ബോൾ താരം അഖിൽ പ്രവീൺ മുഖ്യാതിഥിയായിരുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു തോമസ് പാറേക്കാട്, പഞ്ചായത്ത് അംഗങ്ങളായ ഷാരി രാജീവ്, PV അരുൺ, ഗിരിജ വാമനൻ, CN സുധാർജുനൻ, VP രാജൻ, PK കൃഷ്ണദാസ്, CV പുഷ്പഹാസൻ, EP സജീവ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. മാള സൊക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷത്തെ +2 സംബന്ധിച്ചാണെങ്കിൽ +1ലും +2ലും 2 വർഷം നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഇന്നിവിടെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ട്രോഫി എന്ന് പറയുന്നത്. 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചാണെങ്കിലും സെയിം തന്നെ, 1 വർഷം നിങ്ങളെടുത്ത എഫേർട്ടാണ്. അപ്പോൾ ആ എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും നല്ല മാർക്ക് മേടിക്കണമെന്ന്, നിങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങൾ നല്ല മാർക്ക് മേടിക്കണമെന്നും ഇവിടെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നും. അതുപോലെ തന്നെ ആഗ്രഹമുള്ള ഒരു കൂട്ടരാണ് ഇവിടുത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ കുട്ടിക്ക് മാർക്ക് കിട്ടുന്നതല്ല, അവരുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്കും നല്ല മാർക്കോടുകൂടി ജയിക്കണം എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു പറ്റം ടീച്ചേഴ്സും ഈ വിദ്യാലയത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥിനികൾ, അതുപോലെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെ പഠിപ്പിച്ച അധ്യാപകർ, എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ കുറച്ചെങ്കിലും പേരൻസ് വന്നിരിക്കുന്നുണ്ട്. ഞാനും ഇതുപോലെ 10ലും +2ലും ഫുൾ A+ മേടിച്ചപ്പോൾ ഇങ്ങനെ സ്കൂളിലെ മെറിറ്റ് ഡേ സെലിബ്രേഷൻ അവാർഡ് മേടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ വന്നിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ചേച്ചിയും കൂടി വരും, എനിക്ക് ചേച്ചിയാണുള്ളത്. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചടങ്ങിൽ ഇരിങ്ങാലക്കുട ഉദയ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ മാരിയറ്റ് അധ്യക്ഷത വഹിച്ചു. +2 ബയോസയൻസ് വിഭാഗത്തിൽ 1200-ൽ 1200 മാർക്ക് നേടിയ KM അസ്മിനെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, വാർഡ് മെമ്പർ ജോഷി കാഞ്ഞുതറ, പ്രിൻസിപ്പൽ സിസ്റ്റർ അനറ്റ്, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ, സിസ്റ്റർ മാരിയൻ, PTA പ്രസിഡന്റുമാരായ സോയ് കോലഞ്ചേരി, സജീവ് കമ്മത്ത് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മാള എക്സൈസ് റേഞ്ച് ഓഫീസ് ഇൻസ്പെക്ടർ PB ബിനോയ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മൾ അനുഭവിച്ച ഒരു പ്രോത്സാഹന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ പ്രോത്സാഹനം ആവശ്യമാണ്. അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവരിൽ എത്ര പേര് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടാവും? ആലോചിക്കാമോ? നമ്മളൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം സമ്മാനം കൊടുക്കുന്ന ആളാണ്. എന്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇതുവരെ
സമ്മാനങ്ങളൊന്നും ഇത്ര നാള് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ ധാരാളം പേർക്ക് ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ഇങ്ങനെ പോവാറുണ്ട്. പോകുമ്പോ അവിടെ നിന്ന് ഇപ്പോ കുറെ കിട്ടാൻ. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. വീട്ടില് മകനുണ്ട്. മകൻ ഇങ്ങനെ പഠിക്കുന്ന ആദ്യഘട്ടത്തിലൊക്കെ ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. അതിന്റെ ട്രോഫി കിട്ടുമ്പോ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് ഭാര്യ ടീച്ചറാണ്. ടീച്ചറും ഇതേപോലെ എവിടെ ഓരോ പരിപാടിയൊക്കെ നടത്തി അതുപോലെ അന്നമനോട് വെച്ചിട്ട് ഒരു അവരെ ഗുരുശ്രേഷ്ഠ അവാർഡൊക്കെ കിട്ടി പഞ്ചായത്തിന്റെ. അതും മേടിച്ചൊക്കെ അലമാരിയിൽ വെച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. KV രാമചന്ദ്രൻ യോഗ സന്ദേശം നൽകി. സുഭാഷ് പുഞ്ചപ്പറമ്പിൽ യോഗ പ്രദർശനം നടത്തി. സേവാഭാരതി പുത്തഞ്ചിറ പ്രസിഡന്റ് TP നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ധന്യ R, വാർഡ് മെമ്പർ CN പ്രദീപ്, ഡോക്ടർ രജിൻ രാജ്, IT കോർഡിനേറ്റർ PV സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി പ്രവർത്തകർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. പ്രിൻസിപ്പൽ MT മോളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആർട്ട് ഓഫ് ലിവിംഗ് മാസ്റ്റേഴ്സ് ആയ അജിത GS, KK ഉണ്ണികൃഷ്ണൻ എന്നിവർ കുട്ടികൾക്ക് യോഗ സാധനകളുടെ ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനവും നടന്നു. അധ്യാപകരായ CJ ബ്ലെസി, ജിജോ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. ലുക്ക് ടു ദ റൈറ്റ്, വലതുവശത്തേക്ക് നോക്കാം. ഷോൾഡർ ഉയർത്തേണ്ടതില്ല. ശ്വാസം എടുത്ത് നേരെ വരാം. ശ്വാസം ഇട്ടുകൊണ്ട് എടുത്തോട്ട്. നെക്ക് റോളാണ്, നെക്ക് റൊട്ടേറ്റ് ചെയ്യാം. ശ്വാസം ഇട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തൂടെ പുറകിലേക്ക്. കൈകൊടെ ശരിക്കും എല്ലാവരും നന്നായിട്ട് പറയും. ഒരേപോലെ യൂണിയനായ മാത്രമാണ് അതിനെ യോഗ എന്ന് പറയുള്ളൂ. യോഗമാകുന്ന അവസ്ഥ. അതുകൊണ്ട് യോഗ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സും ശരീരവും ബ്രീത്തും അതിൻ്റെ ഒരു ലയമാണ് സംഭവിക്കുക. ഇപ്പൊ സംസാരിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ബോഡിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശരീരം എന്ന് പറഞ്ഞാൽ ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് കോളനിയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. റോഡിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്ന നാട്ടുകാർ ഓടി രക്ഷപ്പെട്ടു. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില പരിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ. 2019 നിശ്ചയിച്ച ന്യായവില ഓരോ വില്ലേജിലും പുനർനിർണയം നടത്തുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ്. ഹർഷിൽ ഹരിദാസിന് ജന്മനാടിന്റെ ആദരം. മുവായ് ഏഷ്യൻ ഗെയിംസിൽ മത്സരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ പൊയ്യ പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹർഷിൽ ഹരിദാസിന് ഹർഷാരവം എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.